ഹായ് ഓൾ വൈഷ്ണവാണ്. നമ്മൾ ഇന്ന് സ്പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് കിടക്കുകയാണ്. ഇന്ന് നമ്മൾ എല്ലാ വർഷവും പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കതിനെ നമ്മൾ കഴിഞ്ഞ തവണ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടി റിട്ടേൺസ് ഏത് സെക്ഷനിലാണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ അതിലോട്ട് നാവിഗേറ്റ് പോവുകയാണ്. User manual link. Num lock off. Annual confident. Skip navigation links. Table with 1 row and 20 columns. Row 1 column 1 profile/admin link. ഓക്കെ, പ്രൊഫൈൽ/അഡ്മിൻ ഇതിനകത്ത് ഇൻസേർട്ട് സ്ലാഷ് പ്രസ് ചെയ്യുന്നു. Column 2 column 3. Column 4 link loans/advances. Column 5 columns. Column 11 column 12. Column 13 link provident fund. Column out of table with 20. Row 2 link property returns. ഉണ്ടോ? ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ പ്രോപ്പർട്ടി റിട്ടേൺസ് ആണ്. ഇതിൽ എൻ്റർ ചെയ്യുന്നു. Link Spark Service and Payroll Administrative Repository. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. Clickable. Link download Android app. Link down blank. Same table with 1 row and 20. Column 2 column no next heading. No next table. Column 4 column 5 column 7 link service matters. Column 8 column 19 link sign out. Column 20. Out of table frame welcome Vishnavar to the property blank. Welcome Vishnavar to the property returns filing module of Spark. ഓക്കെ, വെൽക്കം വൈഷ്ണവർ. ഓക്കെ, നമുക്ക് ഇവിടെ ഡൗൺ ആരോ കൊടുത്ത് പോകാം. Blank. Online filing period 01/01/2026-15/01/2026. ഓക്കെ, 1/1/2026 മുതൽ 15/1/2026 വരെ നമുക്ക് ഫയൽ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ഡൗൺ ആരോ കൊടുക്കുന്നു. Blank. Blank. Filing property returns is a simple 4-step process as given below. Blank. Blank. ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. Step 1. Enter part I details. Enter part 1 details. Blank. Blank. Verify the details displayed. Few columns are changeable. If other columns are incorrect, you may contact the respective admin section. ചില കോളംസ് നമുക്ക് എഡിറ്റ് ചെയ്യാം, ചില കോളംസ് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ DDO ആയിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് പറയുന്നത്. Blank. Blank. Enter the details, accept the declaration and click on confirm button to proceed. ഓക്കെ, ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അക്സെപ്റ്റ് കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. Blank. Step 2. Enter part 2 details if applicable. എൻ്റർ പാർട്ട് 2. പാർട്ട് 2ൽ നിങ്ങൾ പുതിയ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഭാഗമാണ്. അത് എൻ്റർ ചെയ്ത് Blank. പ്രോസസ്സ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. Blank. Enter the detail. Blank. Enter the details, accept the declaration and click on confirm button to proceed. പിന്നെ കൺഫേം ബട്ടൺ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. Blank. Step 3. അടുത്ത സ്റ്റെപ്പ് 3 ഉണ്ട്. Enter part 3. Blank. Enter part 3 details if applicable. എൻ്റർ പാർട്ട് 3, അതായത് നിങ്ങൾ പുതിയ എന്തെങ്കിലും പ്രോപ്പർട്ടീസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട് 3യിലാണ് നിങ്ങൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുള്ളത്. അത് കൊടുത്ത് Blank. Blank. Enter the details, accept the declaration and click on confirm button to proceed. ഡീറ്റെയിൽസ് ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്ത് കൺഫേം കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. Blank. Step 4. സ്റ്റെപ്പ് 4 എന്താണെന്ന് നോക്കാം. Generate and print acknowledgement. ജനറേറ്റ് ആൻഡ് പ്രിന്റ് എക്നോളജ്മെന്റ്. ഇത് നമ്മൾ നമ്മുടെ എസ്റ്റാബ്ലിഷ് സെക്ഷനിൽ PDF ആയിട്ടോ പ്രിന്റ് ആയിട്ടോ എടുത്ത് കൊടുക്കാവുന്നതാണ്. Blank. Blank. Note, please ensure that Foxit Reader or Adobe Acrobat Reader 9.0 or above is installed in your. അതായത് PDF ഓപ്പൺ ചെയ്യാൻ ഫോക്സിറ്റ് റീഡറോ അല്ലെങ്കിൽ അഡോബി റീഡറോ നിങ്ങളുടെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. System for viewing reports. Blank. Blank. Button get started. ഓക്കെ, താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് ഇത് മൊത്തം കേൾക്കണം എന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് B, അതായത് നിങ്ങൾ പ്രോപ്പർട്ടി റിട്ടേണിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് B കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇവിടെ എത്തും. ഞാനിത് കൺട്രോൾ ഹോം അടിക്കും. ഞാൻ മുകളിൽ എത്തിയിട്ടുണ്ട്. B കൊടുക്കും. ഓക്കെ, എൻ്റർ ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കുറെ ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് നോക്കാം. Clickable tape row 16 column 1 column 2 combo box collapse no. Column 1 whether movable or immovable property acquired/disposed of during previous years. എന്തെങ്കിലും പ്രോപ്പർട്ടീസ് നിങ്ങൾ അക്വയർ ചെയ്യോ ഡിസ്പോസ് ചെയ്യോ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Column 2 combo box collapse no. നോ ആണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. Row 17 column 1 2 if yes whether details furnished in time. എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഫർണിഷ് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ നിലവിലൊന്നും വാങ്ങിക്കോ കൊടുക്കുകയോ ചെയ്തിട്ടില്ല. Column 2 combo box unavailable collapse yes. Row 18 column 1 3 if the details are not furnished in time the reason for the same max 300 characters. അഥവാ ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ റീസൺസ് കൊടുക്കാനാണ് പറയുന്നത്. Column 2 edit unavailable. ഇതൊക്കെ അൺഅവൈലബിൾ ആണ്. കാര്യം നമ്മൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം ഓൾറെഡി നമ്മൾ നോ കൊടുത്തോണ്ടാണ് ഈ സെക്ഷൻസ് ഒക്കെ ഡിസേബിൾ ആയി കിടക്കുന്നത്. Row 19 column 1 4 whether movable/immovable property acquired/disposed of during year under report. ഈ റിപ്പോർട്ടിന്റെ സമയത്ത് എന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. Column 2 combo box collapse no.
അതും നോ ആണ്. Row 20, column 1 through 2. If yes, please furnish details in prescribed format in part 2 and / or part 3. ഉണ്ടെങ്കിൽ പാർട്ട് 2ലും പാർട്ട് 3ലും ഈ കാര്യങ്ങൾ നിങ്ങൾ ഫർണിഷ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പുതിയ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫർണിഷ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പുതുതായിട്ടൊന്നും മേടിച്ചിട്ടില്ല, അപ്പം ഞാൻ നോ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. Row 21. Row 22. Row 23, column 1 through 3, checkbox not checked certified that details given above are true to the best of my അപ്പോൾ ഇവിടെ ഇത് ചെക്ക് ചെയ്യുക, ഡിക്ലറേഷൻ ആണ്. certified that details given above are true to the best of my knowledge and belief. I am aware that furnishing false information, particularly in respect of items 3, 1, 2, 3, 4 above will be liable to disciplinary action against me. Checkbox checked. ചെക്ക് ചെയ്തു, ഡൗൺ ആരോ Out കൊടുക്കാം. of table with 24 rows and 3 columns. Row 23, column 1 through 3, that furnishing false information liable to disciplinary action. Row 24, column 1 through 2, button confirm. കൺഫേം കൊടുക്കുകയാണ് ഞാൻ. Confirm button. Spark Service and Payroll Administrative Repository for Kerala, Google Chrome region. www.spark.gov.in says dialog. Please enter appointing authority. OK button 1 of 1. എന്നോട് അപ്പോയിന്റിംഗ് അതോറിറ്റി അടിക്കാനാണ് പറയുന്നത്. നമുക്ക് ഓക്കെ കൊടുക്കാം. Row മുകളിൽ വന്നിട്ടുണ്ട്. Row 12, column 1, 8, appointing authority, max 50 CHRS, ***. അപ്പോയിന്റിംഗ് അതോറിറ്റി Column ചോദിക്കുന്നു. 2, edit. എന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി കൊടുക്കുകയാണ്. DIRECTOR, Director of GENERAL, General, space EDUCATOI, IOTA, CAION, Educayan selected, EDUCATION. Row 8, edit multi-line 200 out of edit. Column 1, 4, permanent residential address. Row 7, column 2, column 1, row 6, column 1, row 1, column 1 through 2, link proceeding. Link note, please verify your designation given above. If not correct, out of table blank. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്നുകൂടെ നോക്കാം. Table with 20, link proceeding. Row 2, column 1, ** indicates mandatory fields. Column 2. Row 3, column 1I, property return filing authority. Column 2, additional director of general education, vigilance section. Row 4, column 1 through 2, details of employee. Row 5, column 1, permanent employee number, pen. Column 2, 941,169. അപ്പോൾ പെൻ നമ്പർ അവിടെ വന്നിട്ടുണ്ട്. Row 6, column 1, name and initial, S in block letters. Column 2, Vishnavar. പേര് വന്നിട്ടുണ്ട്. Row 7, column 1, expansion of initial, S. Column 2, edit. എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. Row 8, column 1, permanent residential address. പെർമനന്റ് റെസിഡൻഷ്യൽ അഡ്രസ് അതൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. Column 2, edit multi-line 214, Gurikripa, vacancy out of edit. Row 9, column 1, 5, designation. Designation. Column 2, clerk. Clerk. Row 10, column 1, 6, date of birth. Column 2, 17/01/. Date of birth അവിടെ വന്നിട്ടുണ്ട്. Row 11, column 1, 7, date of entry in government service. Column 2, 26/10/2022. ഞാൻ ജോയിനിങ് ഡേറ്റ് അവിടെ വന്നിട്ടുണ്ട്. Row 12, column 1, 8, appointing authority, max 5. Column 2, edit director of general education. എന്റെ അപ്പോയിന്റിംഗ് അതോറിറ്റി ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ ആണ്, അത് കൊടുത്തു. Row 13, column 1, 9, specify the department. Column 2, education, general. ഡിപ്പാർട്ട്മെന്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ജനറൽ. Row 14, column 1, 10, present office. പ്രസന്റ് ഓഫീസ്. Column 2, edit read only the commissioner for government exams, TVPM. കണ്ടോ, പ്രസന്റ് ഓഫീസ് ഗവൺമെന്റ് ഓഫ് Column 2, edit read only the commissioner for government exams. കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാംസ് TVPM. നമ്മൾ പരീക്ഷാ ഭവൻ എന്ന് പറയുന്നുണ്ട്, നമ്മൾ അത് അധികം ശ്രദ്ധിക്കില്ല. ഇതാണ് അതിന്റെ യഥാർത്ഥ പേര്, കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാംസ്. ഓക്കെ. Row 15, column 1, 3, details of property. Column 2. ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടീസ് അത് നമ്മളിപ്പോൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. Row 16, column 1, whether movable or immovable property acquired / അപ്പൊ ഇനി നമുക്ക് Row 24, column 1 through 2, confirm button. കൺഫേം കൊടുക്കാം. Spark Service and Payroll Administrative Repository for Kerala, Google Chrome region. www.spark.gov.in says dialog. Property return part I successfully filed. You may generate acknowledgement now. OK button 1 of 1. ഓക്കെ കൊടുക്കാം. പാർട്ട് ടൈം കംപ്ലീറ്റ് ചെയ്തു, അക്നോളജ്മെന്റ് ജനറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ കൊടുക്കാം. Unknown Spark Service and Payroll Administrative. അപ്പൊ ഇവിടെ എന്താ വന്നിരിക്കുന്നത് That നോക്കാം. furnishing false information liable to discipline. Row 24, column 3. Out of table details of movable / immove blank. 1. Part I. 2. Part 2, immovable. 3. Part 3, movable. 4. Link preview your returns. 5. Link generate acknowledgement. താഴെ ജനറേറ്റ് അക്നോളജ്മെന്റ് ഉണ്ട്, നമുക്ക് ജനറേറ്റ് കൊടുക്കാം. Generate acknowledgement link. Spark Service and Payroll Administrative Repository for Kerala, Google Chrome region. www.spark.gov.in says dialog. Acknowledgement successfully generated. OK button 1 of 1. Spark Service and Payroll നമുക്ക് ഓക്കെ കൊടുക്കാം. Spark
സോ നമ്മൾ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും. നമുക്ക് ഡൗൺലോഡ്സിലോട്ട് പോകാം. Downloads, File Explorer, Items View List, Today Grouping Expanded, Property Returns Act 1 of 288. അപ്പോൾ എൻ്റെ പ്രോപ്പർട്ടി റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ PDF എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് എൻ്റർ ചെയ്യാം. Text loading document, table with 3 rows and ഇവിടെ എൻ്റെ PDF ഓപ്പൺ ആയി below വന്നിട്ടുണ്ട്. mentioned employee statement of immovable/movable properties, shares in companies and other investments held by the below mentioned employee spouse, relatives of friends, Benami for the year 2025, Vide. Rule 37 or Rule 39 of the Kerala Government Servants Conduct Rules, 1960. Row 2, column 1. Row 3. Out of table part I. Table with 21 out of list additional Director of General Education, Vigilance. Row 2, details of employee. Row 3, list with 1 item 1, permanent employee number, pen. അപ്പോൾ നേരത്തെ നമ്മൾ ആ പേജിൽ കണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയും വരും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്ഷനിൽ കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.